ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് ബാലകൃഷ്ണ. സത്യമായിട്ട് നിങ്ങൾ ആ കുട്ടിയെ കണ്ടതാണോ അതോ തോന്നിയതാണോ? എന്റെ നന്ദൻ, നിങ്ങൾ വിചാരിക്കും പോലെ എനിക്കൊരു വിഭ്രാന്തിയുമില്ല. ഏത് ആൾക്കൂട്ടത്തിലായാലും എത്ര ദൂരത്ത് വെച്ചായാലും അവരുടെ ഒരു മുടിയിഴ കണ്ടാൽ പോലും ഞാൻ തിരിച്ചറിയും. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. മാഷ് കേട്ടിട്ടുണ്ടോ? ഇതങ്ങനെയല്ല. എന്നാൽ ഇത് വല്ലാത്തൊരു ആകസ്മികത തന്നെ. ആക്സിഡന്റൽ കോയിൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? ബസ്സിൽ വെച്ച് ബാഗ് മാറിപ്പോയത് കൊണ്ട് മാത്രം ബാലകൃഷ്ണൻ ഈ നാട്ടിൽ എത്തിപ്പെടുക, എത്രയോ കാലമായി അന്വേഷിക്കുന്ന ആളിനെ ഒട്ടും അന്വേഷിക്കാതെ കണ്ടെത്തുക, കഥയിൽ എഴുതിയാൽ പോലും ആളുകൾ വിശ്വസിക്കില്ല. ചില നേരത്ത് ദൈവത്തിന്റെ കളികൾ അങ്ങനെയാണ്. നന്ദനോട് ഞാൻ എല്ലാം പറഞ്ഞല്ലോ. ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ജയിലിലാക്കി കടന്നു കളഞ്ഞ അവളോട് ഒരു വാക്ക് ചോദിക്കാനുള്ള അവസരം തരാതെ ഈ ജീവിതം ഒടുങ്ങരുതെന്ന് ദൈവം നിശ്ചയിച്ചതാണ്. ആ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും, എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ ചോദിക്കും. അതിനുവേണ്ടി മാത്രമാണോ നിങ്ങൾ അവരെ കാണാൻ ആഗ്രഹിക്കുന്നത്? അതെ, അതിനുവേണ്ടി മാത്രം. അല്ല, പുറത്തങ്ങനെ തോന്നുമെങ്കിലും കുറെ നാൾ ഉള്ളിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നമായിരുന്നില്ലേ അവർ? ബാലകൃഷ്ണന്റെ മനസ്സിൽ ആദ്യാനുരാഗത്തിന്റെ വിത്ത് പാകിയ അവരെ വീണ്ടും കാണുക എന്നുള്ളത് ഒരു തീവ്രമായ ആഗ്രഹമല്ലേ? സത്യത്തിൽ ബാലകൃഷ്ണൻ ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നില്ലേ? എത്ര കൊല്ലം പഠിച്ചിട്ടാടാ നീ എഞ്ചിനീയർ ആയത്? ഈ ഓണം കേറാ മൂലയിൽ കിടന്ന് കട്ടപ്പെടാനാണേലേ ഇത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ലായിരുന്നു. 2 ദിവസം ഇവിടുത്തെ ശുദ്ധവായു ഒന്ന് ശ്വസിച്ചു നോക്ക്. അമ്മാവന്റെ ആയുസ് 5 കൊല്ലം നീട്ടിക്കിട്ടും. യാത്രയൊക്കെ സുഖമായിരുന്നു. തന്റെ അമ്മാവന്റെ നിരന്തരമായ കത്തിപ്രയോഗം ഒഴിച്ച എല്ലാം ഭംഗിയായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നോണ്ട് ബോറടിക്കാതെ ഇവിടെ വരെ എത്തി. ശരിയാ, അമ്മാവന് ബോറടിച്ചില്ല. കാരണം എതിരാളില്ലാത്ത യുദ്ധമായിരുന്നല്ലോ. കഴിക്കാൻ വല്ലതുണ്ടെങ്കിൽ വേഗം എടുത്തു വെക്കുന്നെന്താ? വിശപ്പ് സഹിക്കാൻ വയ്യ. ഇവിടെ ഇപ്പൊ കുക്കൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ. ആഹാ, ഇതാണോ പുതിയ കുക്ക്? അയ്യോ, ഇത് കുക്കല്ല, എന്റെ സുഹൃത്ത് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണ, ഇത് അമ്മാവൻ, അളിയൻ, പെങ്ങള്, പെങ്ങളുടെ മോൻ, അതെന്റെ സുഹൃത്ത് അരവിന്ദൻ. ആർക്കെങ്കിലും കുളിക്കാനോ നനയ്ക്കാനോ ഉണ്ടെങ്കിൽ വേഗം വായിക്കോ, എനിക്ക് പിടിപ്പത് ജോലിയുള്ള ദിവസമാണ്. ഇവരൊക്കെ പെണ്ണ് കാണാൻ വന്നാണോ? അതെ, ചുമ്മാ ഒരു ചടങ്ങ്. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ, സൈറ്റ് കാണാം. ഓ, സമയമായല്ലേ? അതെ ബാലകൃഷ്ണ, ഈ പെണ്ണ് കാണൽ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരത്തെ സംഭവമേ ഉള്ളൂ. ബാലകൃഷ്ണനോട് വരികയാണെങ്കിൽ അവിടുന്ന് ഒരുമിച്ച് ബൈക്കിൽ നമുക്ക് സൈറ്റിലേക്ക് പോവാം. എന്താ? മാത്രവുമല്ല, എന്റെ വുഡ്ബിയെ ബാലകൃഷ്ണൻ ചുള്ളിലൊന്ന് കാണുകയാവല്ലോ. ഒരു 5 മിനിറ്റ് ഞാനിപ്പോ വരാം. ഏതാ വീട്? ഇത് തന്നെ. അപ്പൊ ഈ പടി മുഴുവൻ കയറണോ? കേറാൻ വയ്യായെങ്കിൽ അമ്മാവൻ കാറിലിരുന്നാ മതി. കേറാൻ വയ്യായികയൊന്നുമില്ല. ചുമ്മാ കാറിൽ കയറി ഇരിക്കാൻ ഇവിടം വരെ വരണോ? വീട്ടുമുറ്റത്ത് കാറിട്ടിട്ട് അതി കയറി ഇരുന്നാ പോരെ? ഞാൻ പിടിക്കാം. പടി കയറുമ്പോ ശ്വാസം മുട്ടൽ വരുന്നത് കൊണ്ടാ ശബരിമല പോക്ക് ഞാൻ നിർത്തിയത്. ഇത് വലിയ ചതിയായി. അമ്മാവ, ഇതാണ് അമ്മ. ആണോ? സന്തോഷം. എല്ലാരും കയറി ഇരിക്കൂ. ഇരിക്കൂ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചായ ആണെങ്കിൽ എനിക്ക് മധുരം വേണ്ട. ഇവർക്ക് ഇവിടെ ബന്ധുക്കൾ ആരുമില്ലേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ബന്ധുക്കളായി മാറുമല്ലോ. ബാലകൃഷ്ണൻ എന്റെ വുഡ്ബിയെ പറ്റി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. എന്തായി? വന്നവരൊക്കെ പോയോ? ഇല്ല, വീട്ടിലുണ്ട്. വൈകിട്ടേ പോകും. റിസർവോയറിന്റെ വടക്ക് ഭാഗത്ത് നമ്മൾ പുതുതായിട്ടൊരു വാൾ കിട്ടിയില്ലേ? അവിടെ ലേശം ലീക്ക് ഉണ്ടോ എന്ന് പിള്ളേർ സംശയം പറഞ്ഞു. ഒന്ന് നോക്കിയാ വേണ്ടില്ല. ലീക്ക് വരേണ്ട കാര്യമില്ലല്ലോ, ഞാൻ നോക്കാം. ഇപ്പൊ തന്നെ നോക്കാം. സാർ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. എവിടെ? ഇവിടെ അടുത്ത് തന്നെ. ഉടനെ തിരിച്ചു വരാം. ആ പരമേശ്വരനോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കോ.
എന്താ? നിർമ്മല ടീച്ചർ അകത്തുണ്ട്. ഒന്ന് വിളിക്കൂ. എന്ത് വേണം? ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധിക നാളായിട്ടില്ല. ഭാവി വരനെ ഒരു ബസ് യാത്രക്കിടയിൽ വെച്ച് പരിചയപ്പെട്ടു. അയാളാണോ ടീച്ചറുടെ അടുത്തേരാ? ഞാനിപ്പോ ഒച്ച വെക്കും. കുഴപ്പമില്ല, പോലീസും ജയിലും ഒക്കെ എനിക്കിപ്പം നല്ല ശീലായി. പക്ഷെ എന്ത് സംഭവിച്ചാലും സത്യം അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ തെമ്മാടിയും ചതിയനുമാണെന്ന് ടീച്ചർ കോടതിയിൽ പറഞ്ഞു. എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അനുഭവം എപ്പോഴാണ് ടീച്ചർക്കുണ്ടായത്? ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇനി എന്നെ ദ്രോഹിക്കരുത്. നിങ്ങളെ കാരണം നാട്ടിൽ ജീവിക്കാൻ വയ്യാതായപ്പോ ഓടിപ്പോന്നതാ ഇവിടേക്ക്. എനിക്കതൊന്നും അറിയണ്ട. കോടതിയിൽ എനിക്കെതിരെ മൊഴി കൊടുത്തത് എന്തിനാന്നാ ചോദിച്ചത്? അത് ഞാൻ പറഞ്ഞാരണോ? ഒരു പാവത്തിനെ പോലെ അഭിനയിച്ച് കൂട്ടുകാരന്റെ സഹായത്തോടെ എന്നെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയത് എന്തിനായിരുന്നു എന്ന് എനിക്കാണ് അറിയാവുന്നത്. എന്ത്? ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയത്? ആഴ്ചകളോളം എന്റെ പുറകെ നടന്ന് സ്നേഹം അഭിനയിച്ച് ഒടുവിൽ എന്നെ ചതിക്കാൻ നോക്കിയിട്ട് ഇപ്പോ. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നിട്ട് ഞങ്ങൾ ചതിക്കാതിരുന്നത് എന്ത്? ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട്. ഞങ്ങളുടെ മനസ്സിലെ ഈ പദ്ധതി ടീച്ചർ എങ്ങനെ അറിഞ്ഞു? സ്വയം തോന്നിയതോ അതോ മറ്റാരെങ്കിലും പറഞ്ഞു തന്നതോ? പ്ലീസ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടും. എങ്കിൽ പിന്നെ ഞങ്ങളുടെ ഈ ഗൂഢാലോചനയിൽ ഹെഡ് മാസ്റ്റർക്കും പങ്ക് കാണുമല്ലോ. അങ്ങേരുടെ അറിവോടെയാണല്ലോ ഞാൻ അന്ന് ആ കാറിൽ കയറിയത്. ടീച്ചറെ ഹോട്ടലിൽ കൊണ്ടുപോയി നശിപ്പിച്ചോളൂ എന്ന് അങ്ങേരെ എന്നോട് പറഞ്ഞു കാണണം അല്ലേ? ശരിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അന്നത്തെ ഓരോ കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്താണെന്ന് ടീച്ചർക്ക് തോന്നാം. ടെക്സ്റ്റൈൽ ഷോപ്പിൽ പെട്ടെന്നൊരു കൂട്ടുകാരൻ പ്രത്യക്ഷപ്പെടുക, ബസ് സ്റ്റാൻഡിൽ പോകേണ്ട ടീച്ചറെ ഹോട്ടലിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോവുക. പക്ഷെ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതിയായിരുന്നു. ആ ഹോട്ടൽ മുറിയിൽ തലകറക്കം വന്ന് 2-3 മണിക്കൂറോളം ടീച്ചർ അവശയായി കിടന്നു. ആ അവസ്ഥയിൽ പോലും ടീച്ചർക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ ഏത് ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ ഗൂഢാലോചന നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? സാരമില്ല, എല്ലാം കഴിഞ്ഞല്ലോ. നന്ദകുമാർ നല്ല മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെയുള്ള സംശയത്തിന്റെ പേരിൽ അയാളുടെ ജീവിതം കൂടി തകർക്കാതിരുന്നാ കൊള്ളാം. ഞാൻ പോവാ. ഇതൊന്നും ഞാൻ സ്വയം ആലോചിച്ച് കണ്ടുപിടിച്ചതല്ല. പിന്നെ എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. റീത്ത പറഞ്ഞു അവൾ എൻ്റെ കൂട്ടുകാരൻ്റെ മകളാണെന്ന്, അല്ലേ? അവൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോന്നു, അല്ലേ? ഞാൻ അവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു. അതിന് പകരമായി ജോലി കൊടുത്ത ആളിൻ്റെ മുറിയിലേക്ക് പോകാൻ ഞാൻ അവളെ നിർബന്ധിച്ചു. അയാൾ റീത്തയോട് വൃത്തികെട്ട രീതിയിൽ പെരുമാറി. അവൾ ഇറങ്ങി ഓടി. ഇതൊക്കെയല്ലേ പറഞ്ഞത്? ആദ്യമായിട്ടല്ല അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ വള്ളി പുള്ളി തെറ്റാതെ എനിക്കിപ്പോൾ എല്ലാം പറയാൻ പറ്റുന്നത്. എന്നാൽ കുട്ടിയോട് ഞാൻ ഒരു സത്യം പറയാം. എൻ്റെ സ്വന്തം മകളാണ് റീത്ത. അവളൊരു മാനസിക രോഗിയാണ്. പുറമേ കാണുമ്പോൾ അവൾ നോർമലാണെന്ന് തോന്നും. പക്ഷെ എത്രയോ വട്ടം അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ആ ഭയം കൊണ്ടാണ് എപ്പോഴും ഞാൻ അവളെ കൂടെ കൊണ്ടു നടക്കുന്നത്. റിസോർട്ടിൽ വെച്ച് ബാലകൃഷ്ണൻ റീത്തയെ പരിചയപ്പെട്ടു. അവൾ നോർമൽ അല്ല എന്നയാൾക്ക് മനസ്സിലായി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ പ്രലോഭിപ്പിച്ചിരിക്കും. നിർമ്മലയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ അവർ രണ്ടുപേരും ചേർന്ന് കളിച്ച ഒരു നാടകമായിരുന്നു അത്. ഭയപ്പെട്ട് ഓടി വരുന്നത് പോലെ റീത്ത, രക്ഷകന്റെ വേഷത്തിൽ ബാലകൃഷ്ണൻ. ഈ ബാലകൃഷ്ണനെ ടീച്ചർക്ക് എത്ര കാലമായിട്ടറിയാം? ഞാൻ സ്കൂളിൽ ചേർന്ന ദിവസമാണ് ആദ്യമായി കാണുന്നത്. എന്നാൽ അവനൊരു നയവഞ്ചകനാണ്. ടീച്ചർ പറഞ്ഞ സംഭവങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാണ് അവൻ ടീച്ചർ ടൗണിലേക്ക് പോകുമ്പോൾ കൂടെ കാറിൽ കയറിയത്? എന്തിനാണ് അവൻ ടീച്ചറെ തന്ത്രപൂർവ്വം റിസോർട്ടിലേക്ക് കൊണ്ടുപോയത്? എന്തായിരുന്നു അവന്റെ ഉദ്ദേശം? എന്തായിരുന്നു? ദുരുദ്ദേശം മാത്രം. ടീച്ചർ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ അത് ഭാഗ്യം കൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ ആ വൃത്തികെട്ടവനെ വെറുതെ വിടാൻ പാടില്ല. എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ
നിരപരാധിയായ ടീച്ചർ കുടുങ്ങരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വക്കീലിനെ ഞാൻ ഏർപ്പെടുത്താം. സംഭവിച്ചതൊക്കെ ടീച്ചർ കോടതിയിൽ പറയണം.